ടു അഷസ് ടൈംസ്. നമ്മളിന്ന് മുട്ട കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു ചെറിയ തണ്ട് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, ഒരു 3 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ 3 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചിക്കി എടുക്കുക. നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കിനി മറ്റൊരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചാണ് എടുത്തേക്കുന്നത്. ആ ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോഴത്തേക്ക് കുറച്ചിട്ടാൽ മതി. നമ്മൾ നേരത്തെ മുട്ടയിൽ ഉപ്പ് ഇട്ടേക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴലണ്ട. ചെറുതായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് കടിക്കാൻ കിട്ടണം ഈ കറിയിൽ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് പൊടികളാണ് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓരോ പൊടി ഇടുമ്പോഴത്തേക്കും ഇത് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത പൊടി ഇടുക. അടുത്ത കുരുമുളക് പൊടിയാണ് ഇടുന്നത്. എരിവിന് ആവശ്യമുള്ളത് ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടുമ്പോഴത്തേക്ക് സൂക്ഷിക്കാം. നമ്മൾ നേരത്തെ കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി. എരിവ് കൂടി പോരുത്. ഇനി നമുക്ക് ഇത് ഗരം മസാല പൗഡറാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചിക്കി മാറ്റി വെച്ചേക്കുന്ന മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇളക്കണ്ട. കാരണം നമ്മൾ ഒരു ചെറിയ പീസായിട്ട് ആണ് ചിക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെയും പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അധികം ഇളക്കണ്ട. ജസ്റ്റ് ഒന്ന് തേങ്ങ കൂട്ടൊക്കെ ഇതിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഈ 3 മുട്ട എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. നല്ലോണം ഒരു 5 പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ 3 പേരാണുള്ളത്. പക്ഷേ ഇത് 5 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും ഇതിനകത്ത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഓൾ.